ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സത്യത്തിന്റെ ആ സത്യത്തിന്റെ പിന്മുറ അവകാശപ്പെടുന്ന ആളുകൾ പക്ഷേ എതിർക്കാൻ തയ്യാറായില്ല. അവിടെ വോട്ട് ലക്ഷ്യമായിരുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് അത്ഭുതങ്ങളുടെ വിൽപ്പനയുമായിട്ടാണ് ലോകത്തുള്ള കപട ആത്മീയ കേന്ദ്രങ്ങളെല്ലാം രംഗത്ത് വന്നിട്ടുള്ളത്. ഒന്നുകിൽ ഇന്ദ്രജാല പ്രകടനങ്ങൾ, അല്ലെങ്കിൽ അത്യത്ഭുതകരമായി സംവിധാനിക്കുന്നു, സമ്മേളിക്കുന്നു എന്ന് പറയാവുന്ന ചില ചപ്പടി വിദ്യകൾ. ഇതെല്ലാം തന്നെ ഭക്തരായ ആളുകളുടെ സഹായത്തോടുകൂടി നിർവഹിക്കുന്നതാണ്. ഇങ്ങനെ നിർവഹിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാം ഇവിടെ കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു. ഒരു മനുഷ്യൻ അവൻ നിർവഹിക്കുന്ന അത്ഭുതത്തിന്റെ പേരിൽ അയാൾ ആത്മീയമായ പരിവേഷം ചാർത്തപ്പെടാൻ പാടില്ല. ഒരു മനുഷ്യൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ അത്ഭുതങ്ങൾ അയാൾ കാഴ്ചവെച്ചിരുന്നാലും ശരി, ഈ പ്രകൃതിയുടെ പ്രതിഭാസത്തിലെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ മാറ്റുവാനോ പുനഃസ്ഥാപിക്കുവാനോ അയാൾക്ക് കഴിയുമെങ്കിൽ അത് അംഗീകരിക്കണം. ലോകത്തിൽ ആത്മീയ ചികിത്സാ മേഖലകളിൽ, ആത്മീയ ചൂഷണ മേഖലയിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു കള്ളനാണയമുണ്ട്, ഒരു കള്ളദൈവമുണ്ട്. നമ്രൂദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നമ്രൂദ് അത്ഭുതങ്ങളുടെ വിൽപ്പനയുമായി രംഗത്ത് വരികയും ആ അത്ഭുതങ്ങളുടെ വിൽപ്പന ഉപയോഗപ്പെടുത്തിയിട്ട് ഭക്ത ജനങ്ങളെ തങ്ങളുടെ ആളുകളാക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് വിശ്വാസ വിപ്ലവത്തിന്റെ മുന്നിൽ നടന്നിരുന്ന പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തോട് ചോദിച്ചു, ശരിയാണ്, നിങ്ങൾ അത്ഭുതം ചെയ്യാൻ സാധ്യമാകുന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ കിഴക്ക് ഉദിക്കുന്ന സൂര്യനെ പടിഞ്ഞാറ് അസ്തമിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനെ കിഴക്ക് ഉദിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഈ ചോദ്യത്തിന് മുമ്പിൽ കപട ദൈവമായി രംഗത്ത് വരുന്ന നമ്രൂദ് സത്യനിഷേധികളായ ആളുകളുടെ വായ അടഞ്ഞുപോയി, സ്തബ്ധരായി നിന്നു. അതെ, ഈ ഒരു ചോദ്യം മാത്രമേ നമുക്ക് ചോദിക്കാനുള്ളൂ. എന്തെങ്കിലും പ്രത്യേകമായ ഇന്ദ്രജാല പ്രകടനങ്ങളിലൂടെയോ മാസ്മരിക പ്രകടനങ്ങളിലൂടെയോ മായാജാല പ്രകടനങ്ങളിലൂടെയോ ചില ആളുകളെ വശീകരിക്കാനോ മനസ്സിനെ മയക്കിക്കിടത്തുവാനോ കണ്ണിനെ മയക്കുവാനോ സാധ്യമാണ് എങ്കിൽ ആ പ്രവർത്തനത്തിന്റെ പേരിലാണ് ആത്മീയപരമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് എങ്കിൽ ഈ പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ മാറ്റം വരുത്തുവാനോ ഏതെങ്കിലും ഒരു സംവിധാനത്തെ പുനഃസ്ഥാപിക്കുവാനോ നിങ്ങൾക്ക് സാധ്യമാണോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. സുനാമി തിരമാലകൾ ആഞ്ഞു വീശി, ആ തിരമാലകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ആഞ്ഞു വീശുകയും മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ആ തിരമാലയിൽ നിസ്സഹായരായി മൃത്യു വരിക്കേണ്ടി വരികയും ചെയ്തൊരു സന്ദർഭം. അപ്പോൾ പ്രഖ്യാപനം വന്നു, സുനാമി തിരമാലയിൽ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇത്രയെത്ര വീടുകൾ നമ്മൾ നിർവഹിച്ചു കൊടുക്കുന്നതാണ്. എന്തേ സഹോദരങ്ങളെ, ഈ സുനാമി തിരമാല 1 മണിക്കൂർ മുമ്പ് ഈ കടൽപ്പുറത്ത് ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്ന വിവരം നൽകാൻ ഈ കേന്ദ്രത്തിന് കഴിയാതെ പോയത് അതൊരത്ഭുതമല്ലേ? ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ പരൽമീനിന്റെ പേരിൽ അറിയപ്പെട്ടതായിരുന്നാലും സ്രാവുകളുടെ പേരിൽ അറിയപ്പെട്ടിരുന്നാലും തിമിംഗലത്തിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്നാലും വേണ്ടില്ല, ഈ ആത്മീയ ചൂഷണം നടത്തിവരുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്ന് സുനാമിയുടെ വരവിനെ കുറിച്ചുള്ള ഒരു അരുളപ്പാടുണ്ടായിരുന്നുവെങ്കിൽ ആശ്വസിക്കാമായിരുന്നു. ഇല്ല, നടന്നതിന് ശേഷമേ പറയുന്നു. ഒരു തിരമാല വന്നു, ആ തിരമാല വന്നിട്ട് അടുത്ത തിരമാല ഇനി എപ്പോഴാ വരിക എന്ന് പോലും പറയാൻ വയ്യ. ആന്ധ്രാപ്രദേശിൽ വരൾച്ചയും പട്ടിണിയും ബാധിച്ചു. വെള്ളമില്ലാത്ത ആളുകൾ വല്ലാതെ വിഷമിച്ചു. ആ വിഷമിച്ച സമയത്ത് 1000-ലധികം ആളുകൾ വെള്ളം കുടിക്കാൻ കഴിയാതെ, വെള്ളം കുടിക്കാൻ സാധ്യമാവാതെ മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള കുടുംബങ്ങൾക്ക് എല്ലാവിധ സാമ്പത്തികമായ സൗകര്യവും നൽകാൻ വേണ്ടിയിട്ട് സത്യസായി ബാബ തയ്യാറായി 1997. അങ്ങനെ ഒരു വരൾച്ച വരാനുണ്ട് എന്ന വിവരം 97 മുമ്പ് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ല. ഇല്ലേ? നമ്മുടെ നാട്ടിലുള്ള ചൂഷണ കേന്ദ്രങ്ങൾ ദർഗകളുടെ പേരിലായിരുന്നാലും ചാറങ്ങളുടെ പേരിലായിരുന്നാലും തങ്ങന്മാരുടെ പുരകളുടെ പേരിലായിരുന്നാലും ശരി, ഏതെങ്കിലും ഒരു സഹോദരൻ ഒരു പ്രശ്നക്കാരനായി അവിടെ വന്നാൽ ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് നടത്തുന്ന ഏതെങ്കിലും ഒരു കമ്മിറ്റിക്കാർക്കോ ഏതെങ്കിലും ഒരു സഹോദരനോ അല്ല, നിങ്ങളുടെ പ്രശ്നം ഇന്നതാണ് അല്ലേ, ശരി ഞാനതൊരു പരിഹാരം നൽകാമെന്ന് പറയാൻ കഴിയില്ല. ഈ മനുഷ്യൻ വന്നിട്ട് എന്റെ പ്രശ്നം ഇന്നതാണ് എന്ന് പറയുമ്പോ ശരി ഇന്ന പ്രശ്നമാണല്ലേ, ശരി പരിഹാരം നൽകാം എന്ന് പറയാനേ കഴിയൂ. സഹോദരങ്ങളെ,
അത്ഭുതങ്ങളുടെ വിൽപ്പന ചരക്കുമായി വിശ്വാസികളെ വലയെറിഞ്ഞു പിടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഈ പ്രകൃതിയുടെ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെ മാറ്റുവാനോ ഇന്നലെ സംഭവിച്ചു പോയ ഒരു വിഷയത്തിന്റെ കൃത്യമായ കാരണങ്ങൾ പറയാനോ നാളെ സംഭവിക്കാനുള്ള വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി വിവരം നൽകുവാനോ സാധ്യമാവുകയില്ല. അവർ മനുഷ്യരാണ് എന്നതുകൊണ്ട് തന്നെ അവർക്കത് കഴിയില്ല. അത് അവരുടെ ന്യൂനതയല്ല, അവർ അത് മനുഷ്യരായതുകൊണ്ട്, സൃഷ്ടികളായതുകൊണ്ട് സ്വാഭാവികമായി അവർക്ക് സംഭവിക്കാവുന്ന ഒരു രീതി മാത്രമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആത്മീയ ചൂഷണത്തെ നമുക്ക് ചെറുക്കാൻ കഴിയണം. ഹൈന്ദവരായിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ പേരിലായിരുന്നാലും ശരി, ഈ മൂന്ന് മതങ്ങളും ഈ ചൂഷണത്തിന്റെ വിഷയത്തിൽ മുക്കൂട്ട് മുന്നണികളായി രംഗത്ത് പോകുന്നു. ഡിവൈൻ സെന്റർ എന്ന് പറയുന്ന ധ്യാന കേന്ദ്രം, ആ ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന അരാജകത്വങ്ങളുടെയും അധാർമികതകളുടെയും ലൈംഗികമായ ചൂഷണത്തിന്റെയും കഥകൾ പത്രദ്വാര നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ? പൗരോഹിത്യം ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഖ്യാപിച്ചു. പൗരോഹിത്യം എന്ന് പറയുന്ന എല്ലാ മേഖലയും ഇസ്ലാം എതിർത്തു. ലാ റുഹ്ബാനിയ്യ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ പൗരോഹിത്യമില്ല.